Hello, good morning. Good morning. കേൾക്കുന്നില്ലേ? ഹലോ, ഗുഡ് മോർണിംഗ്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? ഹലോ, ഇത് PDF ആണ് ഞാൻ എടുക്കുന്നത്. An overview of health and hospital administration. നിങ്ങൾ PDF നിങ്ങൾ എടുത്തിട്ടുണ്ടോ? കൈവശം ഉള്ളവർ എടുത്തു വെക്കുക. ഹലോ, an overview of health and hospital administration PDF എടുക്കുക. ക്ലാസ് എങ്ങനെ വായിച്ചു നോക്കിയായിരുന്നോ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത്? ഹലോ, വായിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിരുന്നോ? എങ്ങനെ റിപ്ലൈ തരൂ. വായിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സില്? പോയോ? ഈ ക്ലാസ്സിലെ ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് പോയേക്കാണോ? നിങ്ങൾ ആരെങ്കിലും വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഇനി അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണോ, അല്ലെങ്കിൽ ഒരു പുതിയത് കണ്ടിന്യൂ ചെയ്താൽ മതിയോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ്. കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്താൽ മതി ക്ലാസ് അല്ലേ? നമുക്ക് അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങാം. അതിന്റെ നമ്മുടെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഇൻസിഡൻസ് എന്നുള്ള ഒരു പോർഷനാണ് നമുക്കുള്ളത്. അപ്പൊ നമ്മള് കണ്ടായിരുന്നു അല്ലെ, കുറെ കാര്യങ്ങളൊക്കെ. എന്താ പറയാ, ഹോസ്പിറ്റലില് ഓവർവ്യൂ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെയാണ്, നമുക്ക് അത് എവിടെയൊക്കെയാണ്, എന്തൊക്കെ ഡ്യൂട്ടീസ് ഒക്കെയാണ് വരാ, എവിടേക്ക് നമ്മൾ കൈകാര്യം ചെയ്യുന്നൊക്കെ ഉള്ളത് നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചു. ഇനി അതില് വീണ്ടും അവസാനത്തെ ഒരു ടോപ്പിക് എന്നുള്ള നിലയിൽ പറയാണ് ഇൻസിഡൻസ്. നമുക്കറിയാം ഇൻസിഡൻസ് എന്ന് പറയുന്നത് എപ്പോഴും അപ്പൊ അല്ലെ, ഒരു ഇൻസിഡന്റ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ടൈമില് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുന്നത്. ചിലപ്പോ ആണെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ ഇപ്പൊ അവരുടെ ഇൻസിഡന്റ് ഇപ്പോഴേ സംഭവിച്ചു എന്ന് വെച്ചാൽ പെട്ടെന്നൊന്ന് വീണ് അല്ലെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടായത് ഈ സമയത്താണ് എന്നല്ലേ പറയാം. അതുമാതിരി ഇൻസിഡൻസ് അല്ലെ, രോഗത്തിന്റെ കാര്യത്തിലും ഇൻസിഡൻസ് എന്ന് പറയുന്ന ടോപ്പിക് അത് തന്നെയാണ്. ഇൻസിഡൻസ് ഈസ് ദ നമ്പർ ഓഫ് ലേറ്റലി ഡയഗ്നോസ്ഡ് കേസസ് ഓഫ് ഡിസീസസ്. അതായത് ഈ ടൈമിൽ, ഈ എന്താ പറയുക, അവസാന ടൈമില് രോഗനിർണയം നടത്തി സംഭവിച്ചിരിക്കുന്നത്. ചിലപ്പോ നമുക്കറിയാം മഴക്കാലൊക്കെ ആവുമ്പോൾ ഈ ടൈമിൽ എന്തായിരിക്കും സ്പെഷ്യലി വരുന്നത്, എല്ലാവർക്കും ഒരു ഫീവർ അല്ലെ. മിക്കവാറും കുട്ടികളെയൊക്കെ സംബന്ധിച്ചാണെങ്കിലും മിക്കവാറും കുട്ടികൾക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ പനിയും ജലദോഷവും ചുമയ്ക്കുക. അപ്പൊ ആ ഒരു ഇതാണ്, ആ ഒരു ടൈമില് ലേറ്റ്ലി ഡയഗ്നോസ്ഡ് കേസസ് ഓഫ് ഡിസീസസ്. ഈ സമയത്ത്, ഈ അവസാന കാലഘട്ടങ്ങൾ, അതായത് ഈ മണിക്കൂറിൽ ഒരു പീരിയഡിൽ ഉണ്ടാകുന്ന ആ ഒരു രോഗത്തിനെ നിർണ്ണയിക്കുന്നതാണ് ഇൻസിഡൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. An incidence rate is a number of recent cases of diseases divided by the number of a person at risk for the diseases. അതായത് ഈ ഇൻസിഡൻസിന്റെ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഇൻസിഡൻസ് സംഭവിക്കും. അതായത് യഥാർത്ഥത്തിൽ ആ രോഗം, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ഈ ഇടയ്ക്ക് സംഭവിക്കുന്ന രോഗത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. അപ്പൊ ഈ രോഗം സംഭവിച്ചിരിക്കുന്ന വ്യക്തികൾ, അതിനാണ് അതിന് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് പേഴ്സൺ അറ്റ് റിസ്ക് ഫോർ ദ ഡിസീസസ്. വരാം, ആ ടൈമില് ഇത്രയും ജനങ്ങൾക്ക് വരാം എന്നുള്ള ഒരു മൊത്തത്തിലുള്ള അളവാണ് എന്താ പറയുക ഡിവൈഡ്, അതായത് ഡിനോമിനേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ന്യൂമറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രത്യേക സ്പെഷ്യലൈസ്ഡ് ടൈമില് രോഗം വന്നിരിക്കുന്ന പേഴ്സൺസ് ഡിവൈഡഡ് ബൈ മൊത്തത്തിൽ എത്രത്തോളം പിള്ളേർക്ക് വരാം അല്ലെങ്കിൽ എത്രത്തോളം വ്യക്തികൾക്ക് ആ ടൈമിൽ വരാം എന്നുള്ളതാണ് എന്താ പറയുക നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു റേറ്റിനെയാണ് എന്താ പറയുക ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുന്നത്. ഇൻസിഡൻസ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് റേറ്റ്. ഇറ്റ് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ അറ്റ് റിസ്ക് who develop diseases in the course of a specific time period. അതായത് നമ്മൾക്ക് അറിയാലേ, മഴക്കാലൊക്കെ ആവുമ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾ വർദ്ധിക്കാം, അത് ഡെവലപ്പ് ചെയ്യാം എന്നൊക്കെ നേരത്തെ മുൻകൂട്ടി കണ്ടിട്ട് അതുമായി ബന്ധപ്പെട്ട പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻസിഡൻസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻസിഡൻസ് റേറ്റ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ ഒരു ചെറിയ സ്പെസിഫിക് പീരീഡില് ഇപ്പൊ വരുന്ന രോഗങ്ങൾ, ആ രോഗം ബാധിച്ചവരെ മൊത്തത്തില് കൗണ്ട് ചെയ്തിട്ട് അത് ഡിവൈഡഡ് ബൈ വരാവുന്ന വ്യക്തികളെ, ആ രോഗം പിടിപെടാവുന്ന വ്യക്തികളെ കൗണ്ട് ചെയ്ത് ഡിനോമിനേറ്റർ ആയിട്ട് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന ഒരു
ഒരു റേറ്റിംഗ് സിസ്റ്റമാണ് ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടി, അതിന്റെ പ്രാധാന്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കുമ്പോൾ എന്തെങ്കിലും പ്രിക്വേഷൻസ്, ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും പ്രിക്വേഷൻസ് ആ രോഗം വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും നടപടികൾ എടുക്കാൻ സാധിക്കുമോ എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഇൻസിഡൻസ് റേറ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇൻസിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഹലോ, ഒന്നുകൂടി പറയേണ്ടതുണ്ടോ? മനസ്സിലായോ നിങ്ങൾക്ക് ഇൻസിഡൻസ് റേറ്റ് എന്താണെന്ന്? അതിന്റെ ഫോർമുലാസ് ആണോ ഒന്നുകൂടി പറയുന്നുണ്ട്, അതുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇൻസിഡൻസ് റേറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് ഡിസീസ് ഇൻ എ ഗിവൺ ടൈം പീരിയഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പേഴ്സൺ ടൈം അറ്റ് റിസ്ക് ഡ്യൂറിംഗ് ദ ഫോളോ അപ്പ് പീരിയഡ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫോർമുല തന്നെയാണ് പറയുന്നത്. നമ്പർ ഓഫ് ന്യൂ കേസ് അല്ലെ, ഈ സാഹചര്യത്തിൽ വരുന്ന ചില ചില രോഗങ്ങളെ മാത്രം കൗണ്ട് ചെയ്യുന്നുള്ളൂ, എല്ലാ രോഗങ്ങളെയും കൗണ്ട് ചെയ്യുന്നില്ല. ചില പ്രത്യേക തരത്തിലുള്ള ഡിസീസുകളെ ഈ ടൈമിൽ, ഒരു സ്പെസിഫിക് ടൈമിൽ വന്ന ആ രോഗങ്ങളെ ന്യൂമറേറ്റർ ആയിട്ട് എടുക്കുന്നു. ദെൻ ടോട്ടൽ പേഴ്സൺ ടൈം അറ്റ് റിസ്ക്, വരാവുന്ന പേഴ്സൺസ്, ഈ കാലഘട്ടത്തിൽ വരാവുന്ന പേഴ്സൺസിനെ ഡിനോമിനേറ്റർ ആയിട്ടും യൂസ് ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇൻസിഡൻസ് റേറ്റ്. ക്ലിയർ ആയോ? ഹലോ, ഇൻസിഡൻസ് എന്താന്ന് വെച്ച് മനസ്സിലായോ? നമ്മളൊരൊറ്റ വേർഡിന്റെ മീനിങ് ഇൻസിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം എന്നാ പറയാ. ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ ഇൻസിഡൻസ് എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ അപ്പോഴുള്ള ആ ഒരു ഇൻസിഡൻസ് റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ക്ലിക്ക് ചെയ്യണം. അത് ആ ടൈമില്, ആ ഒരു സ്പെസിഫിക് പീരിയഡില് ഏതെങ്കിലും രോഗത്തിനെ കുറിച്ച് പഠിക്കുന്ന ഒരു കാൽക്കുലേഷൻ ആണെന്ന് മനസ്സിലാക്കണം. ഓക്കേണോ? ആരും റിപ്ലൈ തരുന്നില്ല. കിട്ടിയോ നിങ്ങൾക്ക് ഇൻസിഡൻസിന്റെ കുറിച്ച്? വീണ്ടും പറയേണ്ടതുണ്ടോ? ഹലോ, ഇൻസിഡൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആരും ഒരു തുഷാരയും ജാസ്മിനും ഒന്നും അവിടെ ഇല്ലേ? നീ ഓണാക്കി വെച്ചിട്ട് നിങ്ങൾ പോയേക്കണോ? ഹലോ ഹലോ, ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്തോട്ടെ എന്നാ? ഹലോ ഓക്കെ, നെക്സ്റ്റ് ത്രീ കീ എലമെന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ഓൺലി ന്യൂ കേസ് ഇൻക്ലൂഡഡ് ഇൻ ദ ന്യൂമറേറ്റർ, total population at risk in the denominator, time element period over which recent cases are defected. നമ്മൾ പറഞ്ഞു ഒരു സ്പെസിഫിക് പീരീഡിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അതിൽ വരുന്ന 3 കാര്യങ്ങൾ എന്താണ്? ഇപ്പൊ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ന്യൂമറേറ്റർ ആയിട്ട് എടുക്കുന്നത്. അതാണ് ഒരു എലമെന്റ്. നെക്സ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഇൻ ദ ഡിനോമിനേറ്റർ, വരാൻ ചാൻസ് ഉള്ള ഒരു ഇതാണ് അല്ലെ, വരാൻ ചാൻസ് ഉള്ള വ്യക്തികളെ ഒന്നിച്ച് കൗണ്ട് ചെയ്യുന്നതാണ് ഡിനോമിനേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ടൈം എലമെന്റ് നമ്മൾ പറഞ്ഞ ഒരു സ്പെസിഫിക് പീരീഡ് എടുത്തിട്ടാണ് അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ 3 എലമെന്റ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. ആ ടൈമിലുള്ള സ്പെസിഫിക് കോഴ്സിനെ ന്യൂമറേറ്റർ ആയിട്ട് എടുക്കുന്നു, അത് ബാധിച്ച വ്യക്തികളെ ന്യൂമറേറ്റർ ആയിട്ട് എടുക്കുന്നു. ദെൻ എത്രത്തോളം വ്യക്തികൾക്ക് വരാൻ സാധ്യതയുണ്ടോ അത്രയും വ്യക്തികളെ കൗണ്ട് ചെയ്തിട്ട് ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുന്നു. പിന്നെ നമ്മൾ നോക്കുന്നത് ആ ടൈം അല്ലെ, ഒരു സ്പെസിഫൈഡ് ടൈം ആണ്. നമ്മൾ ഇത്ര സമയത്തിൽ, ഇത്ര 3 മാസത്തിനുള്ളിൽ രോഗം ബാധിച്ചവരെ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ 3 എലമെന്റ് ആണ് ഇതില് കീ എലമെന്റ്സ് ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് 2 മെയിൻ ടൈപ്സ് ഓഫ് ഇൻസിഡൻസ്. ഏതൊക്കെ തരത്തിലുള്ള ഇൻസിഡൻസ് ആണ് പൊതുവെ ഇൻസിഡൻസ് റേറ്റ് ഏതൊക്കെ ടൈപ്പിലുള്ളതാണെന്ന് നോക്കാം. ക്യുമുലേറ്റീവ് ഇൻസിഡൻസ്, ഇൻസിഡൻസ് റേറ്റ്, ഇൻസിഡൻസ് ഡെൻസിറ്റി. അതായത് അപ്പോഴുണ്ടാവുന്ന പെട്ടെന്നുണ്ടാവുന്ന ഇൻസിഡൻസിനെ കുറിച്ചും അതേമാതിരി തന്നെ അതിന്റെ ഡെൻസിറ്റി എത്രത്തോളം സാന്ദ്രതയുണ്ട്, എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ടെന്ന് അറിയുന്ന തരത്തിലുള്ള ഇൻസിഡൻസ് റേറ്റുമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസിഡൻസ്. ഇതെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് ഇൻസിഡൻസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണോ ഇത്. അതെന്താണ് എന്നുള്ളത് നമ്മൾ ഒന്ന് പറയുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ ഇൻസിഡൻസ് റേറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഒന്നും അറിയാതെ ഇരിക്കരുത്. അതെന്ന് പറയുന്നത് ആ പ്രത്യേക എന്താ പറയുക സ്പെസിഫൈഡ് ടൈമിൽ അപ്പൊ വരുന്ന രോഗത്തിനെ എടുത്തിട്ട് അത് എത്രത്തോളം വ്യക്തികളെ ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു റേറ്റിംഗ് സിസ്റ്റമാണ്. വീണ്ടും ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെ പ്രത്യേകതയെ നോക്കാം. അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ്. Next, a measure of a risk of diseases, but it should be for a stipulated time period.
അതായത് ഇതിന്റെയൊക്കെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോരം നീണ്ടു നിൽക്കുന്ന ഒരു അസുഖമാണെന്ന് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ മെഷർ റിസ്ക്, ഈ ഡിസീസിന് എത്രത്തോളം എന്താ പറയുക, ഈ സമയം കൊണ്ട് അത് ഇപ്പൊ നമുക്കറിയാലേ മഴക്കാല രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് അത് കൂടുതൽ ഉണ്ടാവുക? മഴക്കാലത്ത് മാത്രമാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഓവർകം ചെയ്യും വേറെ ഡിസീസ് അല്ലെ, ചൂടുകാല രോഗങ്ങളെയൊക്കെ പറയും അത്തരം. അപ്പൊ ആ ഒരു സ്പെസിഫിക് ടൈമിനെ, അത് സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡിനെ നമുക്ക് ആ റിസ്കുകൾ മെയിൻറ്റെയിൻ ചെയ്തിരുന്നുള്ളത് മുൻകൂട്ടി കാണാനായിട്ടുള്ളതാണിത്. Then express the risk of having an outcome for the population at risk, not for a single person. ഒരിക്കലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടൊന്നല്ല ഈ ഇൻസിഡൻസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മൊത്തത്തില് അല്ലെ, ഒരു പോപ്പുലേഷനെ മൊത്തത്തില് കുറച്ച് ആ ഭാഗത്തല്ലേ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡിസീസസ് ഏത് ഭാഗത്താണ് ബാധിച്ചിരിക്കുന്നത് അവിടെ വരാൻ ചാൻസ് ഉള്ള വ്യക്തികളെയും കൂടി കൗണ്ട് ചെയ്തിട്ടാണ്. ഒരിക്കലും ഒരു പേഴ്സണ് വേണ്ടിയിട്ടൊന്നല്ല ഇത്തരം ഇൻസിഡൻസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, പോപ്പുലേഷൻ must be free of diseases at the beginning of the study. അതിനു മുമ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രോഗത്തിന് മുമ്പ് എന്തായിരുന്നു, അവരൊന്നും ശരിക്കും രോഗാവസ്ഥയിലുള്ളവരല്ല അല്ലെ. പോപ്പുലേഷൻ മസ്റ്റ് ബി ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് രോഗം ബാധിക്കാത്തവരായിരുന്നു. പിന്നീടാണ് ഈ ടൈമില് രോഗം വന്നത്. പിന്നെ അവർക്ക് വരാൻ ചാൻസ് ഉള്ളവരെയും കൂടി വെച്ചിട്ടാണ് ഈ ഇൻസിഡൻസ് റേറ്റ് കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ പോപ്പുലേഷൻ മസ്റ്റ് ബി ഫ്രീ ഓഫ് ഡിസീസസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റഡി. ഈ സ്റ്റഡി എടുക്കുന്നതിന് മുമ്പ് ബിഗിനിങ്ങിൽ എന്താണ് ആക്ച്വലി ആ പോപ്പുലേഷൻസ്, ആ അത്തരം ജനങ്ങളൊന്നും ഒരിക്കലും ഡിസീസിന് കീഴ്പ്പെട്ടവരായിരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. അങ്ങനെ എത്ര പറയുക, 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇൻസിഡൻസിൽ വരുന്നത്. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് പറയുന്നു യൂസ് ഓഫ് ഇൻസിഡൻസ്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഇത് തന്നാലേ നമുക്കൊരു ഊർജ്ജം ഉണ്ടാവുള്ളൂ. ഞാൻ എടുക്കുന്നത് വെറുതെ എന്നുള്ളൊരു, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത്രത്തോളം മനസ്സിലാവുന്ന രീതിയിലേക്ക് എത്തണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. യൂസ് ഓഫ് ഇൻസിഡൻസ് എന്താണ്, ഇതിന്റെ ഉപയോഗം നോക്കാം. എക്സ്പ്ലെയിൻ ദ റിസ്ക് ഓഫ് ഡിസീസസ് ഒക്കറൻസ് ഓവർ ടൈം അല്ലെ. എന്താ പറയുക, ഇത്രയും റിസ്ക് ഓവർകം ചെയ്യാനായിട്ട് എത്രത്തോളം ടൈം വേണ്ടി വരുമെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഇൻസിഡൻസ് റേറ്റ് കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, യൂസ്ഫുൾ ഇൻ പ്ലാനിങ് ഫോർ പ്രിവെന്റീവ് മെഷർ ആസ് ടു പ്രിപ്പയർ റിസോഴ്സസ് ടു കോമ്പാക്ട് ഇവന്റ്സ്. അതായത് നമുക്ക് എന്തെങ്കിലും അല്ലെ ഇത്തരം ഇത് ഇൻസിഡൻസ് റേറ്റ് ഒക്കെ കാണുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മെഷർമെന്റ്സ് ഒക്കെ എടുക്കാൻ പറ്റും അല്ലെ. എത്രത്തോളം വ്യക്തികളുണ്ട്, ഇത്തരം നമുക്കറിയില്ല ഹോസ്പിറ്റലൊക്കെ ഇത്രയും ബെഡൊക്കെ വെക്കേറ്റ് ചെയ്യേണ്ടി വരും, ഇവരെ കിടത്തി ചികിത്സിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇവർക്ക് ഇത്ര എക്യുപ്മെന്റ്സ് വേണ്ടി വരും എന്നെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ ഇത്രയും മെഡിസിൻസ് ഇവിടെ നിലവിൽ അവൈലബിൾ ആക്കണം എന്നൊക്കെ അത് ഓവർകം ചെയ്യാനായിട്ട് ഇനി സ്പെഷ്യലൈസ്ഡ് മെഡിസിൻസ് ഒക്കെ നമുക്ക് വേണ്ടി വരാണെങ്കിൽ അതിനെ പറ്റിയിട്ട് എല്ലാം മെഷർ ചെയ്യാനായിട്ടും ഇതിന് സാധിക്കും. കമ്പയർ ദ റിസ്ക് ഓഫ് ദ ഡിസീസസ് ബിറ്റ്വീൻ 2 or more പോപ്പുലേഷൻസ് അല്ലെ. നമുക്കറിയാം ഇത് ഒരിക്കലും ഒരു പേഴ്സണ് വെച്ചുകൊണ്ടല്ല നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ റിസ്ക് ഒത്തിരി വ്യക്തികൾ ബിറ്റ്വീൻ 2 or more പോപ്പുലേഷൻസിന് മൊത്തത്തിലുള്ള പോപ്പുലേഷനെ വെച്ച് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ആസ് ദ ഇൻസിഡൻസ് റേറ്റ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എനി ഫാക്ടർ ആൻഡ് ഡിറ്റക്ട് ദ റിസ്ക് ഫാക്ടേഴ്സ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ പ്രചോദനത്തോട് കൂടിയിട്ടാണ് ഇത്തരം ഇൻസിഡൻസ് വരുന്നത്, ആ ഫാക്ടേഴ്സിനൊക്കെ എങ്ങനെയാണ് അതിന്റെ റിസ്ക്, അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഘടകങ്ങളാണ് നമുക്ക് ഓവർകം ചെയ്യേണ്ടതെന്നെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം എന്താണ് ഇൻസിഡൻസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള യൂസസ് ആണ്, ഉപയോഗങ്ങളാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസിഡൻസ് ഇറ്റ് ഈസ് എന്തിനാണ്, ഇതിന്റെ പ്രാധാന്യം എന്താന്ന് വീണ്ടും പറയുന്നുണ്ട്. ഇൻ പാത്തജൻസ്, അതായത് രോഗനിർണയത്തിന് അല്ലെ, നമ്മൾ എന്താ പറയാ, രോഗം ഏതാണെന്ന് നിർണ്ണയിക്കണം അല്ലെ. കൃത്യമായിട്ട് നമ്മളിപ്പോ പനി തന്നെയാണെങ്കിലും നമുക്ക് അറിഞ്ഞൂടെ H1N1 ആണ്, ഡെങ്കിപ്പനിയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പനിയാണെന്ന് നമ്മൾ നിർണ്ണയിക്കാനായിട്ട് സാധിക്കും അല്ലെ. ഒരു ഭാഗത്തുള്ള വ്യക്തികൾക്ക് മൊത്തത്തിൽ H1N1 ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സ്പെഷ്യലൈസ്ഡ് വിങ് തന്നെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നമുക്കറിയാം. ഇതിപ്പോ കോവിഡ് കാലഘട്ടമാണ്, കോവിഡ് വന്നവർക്ക് മാത്രം സ്പെഷ്യൽ വിങ് ആയിരിക്കും അല്ലെ, അവര് ആ ഭാഗത്ത് മാത്രമേ ചികിത്സിക്കുള്ളൂ. മറ്റുള്ളവരായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷനോട് കൂടിയിട്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഈ പാത്തജൻസ് എന്ന് വെച്ചാൽ രോഗനിർണയത്തിന് യു ഫൈൻഡ് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ, എന്തെങ്കിലും നമുക്ക് വിതരണം ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലെ, സാധാരണ ഒരേ രോഗത്തിന് ഒരേ മെഡിസിൻ അല്ലേ നമ്മൾ കൊടുക്കുക. അപ്പൊ
ആ രോഗത്തിന്റെ ഇതില് കൂടുതൽ അതേ രീതിയിലുള്ള മെഡിസിൻസ് തന്നെ കൈകാര്യം ചെയ്യേണ്ടതും അതേ രീതിയിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യേണ്ടതിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കാൻ സാധിക്കും. ടു കൺട്രോൾ ഡിസീസസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനമായിട്ടും ഡിസീസസിനെ, രോഗത്തിനെ കൺട്രോൾ ചെയ്യുക എന്നതാണ് ഇൻസിഡൻസ് റേറ്റിന്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് റെസ്ട്രെയിൻ ആൻഡ് തെറാപ്യൂട്ടിക് മെഷർമെന്റ്, അതന്നെ വീണ്ടും ഇതന്നെ പറയുന്നത് നമ്മൾ എന്താ പറയുന്ന സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് ഉള്ള മെഷർമെന്റ്സ് ആണ് ഇതിന് പ്രധാനമായിട്ട് എടുക്കുന്നത്. എത്രത്തോളം ഇനി കയറാതിരിക്കും, ഇപ്പൊ ഇത്രത്തോളം നമ്മൾ ഇൻസിഡൻസ് റേറ്റ് ആണ്, അത് നെക്സ്റ്റ് വീണ്ടും കൗണ്ട് ചെയ്യുമ്പോൾ ഇത്രയും കുറവാണെങ്കിൽ അതനുസരിച്ച് കുറഞ്ഞു വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇൻ ഹെൽത്ത് പോളിസീസ് മേക്കിംഗ്, എന്തെങ്കിലും പുതിയ നിയമങ്ങൾ അല്ലെ, ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും നിയമങ്ങൾ നമ്മളോട് പറയില്ലേ, തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ, ചൂടുള്ള വെള്ളം ഉപയോഗിക്കാൻ, ആവി പിടിക്കണം, അങ്ങനെ കുറെ ഇൻസ്ട്രക്ഷൻസ് ചെറുതായിട്ടൊക്കെ ഫോളോ ചെയ്യാനായിട്ട് മഴക്കാലങ്ങളിൽ നിർദ്ദേശിക്കും അല്ലെ. അപ്പൊ ഇതെല്ലാം ഇൻസിഡൻസ് റേറ്റിന്റെ ബേസിലാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ തരത്തിലുള്ള നിയമങ്ങള് നടപ്പാക്കാനായിട്ടെല്ലാം ഈ ഇൻസിഡൻസ് റേറ്റ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഇൻസിഡൻസ് റേറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും ഇൻസിഡൻസ് റേറ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? സ്പെസിഫിക് പീരീഡില് സംഭവിച്ചിരിക്കുന്ന വ്യക്തികളെയും സംഭവിക്കാവുന്ന വ്യക്തികളെയും വെച്ചിട്ടുള്ള ഒരു എന്താ പറയാ ഒരു കാൽക്കുലേഷൻ ആണത്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക കാലയളവിൽ മാത്രം എടുക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു സിസ്റ്റമാണിത്, കൗണ്ടിങ് സിസ്റ്റമാണിത്. അപ്പോ എങ്ങനെ മനസ്സിലായോ? മനസ്സിലായി മിസ്സേ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ചലഞ്ചസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കുറെ ഉപഹാരങ്ങൾ എന്താ പറയുക ഉപയോഗങ്ങളുണ്ട്. വ്യത്യസ്ത നമുക്കുള്ള ജോബ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ജോബ് ഒക്കെ കിട്ടാനായിട്ടുള്ള കുറെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിയുന്നുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലായി. അല്ലെങ്കിൽ ഈ ചലഞ്ചായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക വളരെയധികം ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതാണ് താഴെ പറയുന്നത്. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അത് നമുക്ക് നോക്കാം. The technological progress in the field of medical science have overturned our social, economic and political policies and have provided the clinicians with the newly discovered aids for diagnosis and treating illnesses. അതായത് നമുക്കറിയാം ടെക്നോളജി അല്ലേ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ സാധാരണ നിന്ന് വ്യത്യസ്തമായി ഹ്യൂമൻ റിസോഴ്സ് അല്ല കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണ് ടെക്നോളജീസ് ആണ്. അതായത് പുതിയ കണ്ടുപിടുത്തങ്ങളാണ് അല്ലെ. അതിന്റെ പ്രോഗ്രസ്, അതിന്റെ വളർച്ച എന്ന് പറയുന്നത് ശരിക്കും മെഡിക്കൽ സയൻസിലും വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അതാണ് പറയുന്നത് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിക്കൽ സയൻസ് ഹാവ് ഓവർടേൺഡ് അവർ സോഷ്യൽ. സാധാരണയായിട്ട് അതിന്റെ ഘടന തന്നെ മാറി. എങ്ങനെ? സോഷ്യൽ, സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അതേമാതിരി തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഘടകങ്ങളും എല്ലാം തന്നെ ഹോസ്പിറ്റലിലും എന്താ പറയുക മൊത്തത്തില് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ പ്രൊവൈഡ് ദ ക്ലിനിഷ്യൻസ് വിത്ത് ന്യൂലി ഡിസ്കവേർഡ് എയ്ഡ്സ് ഫോർ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റിംഗ് ഇൽനെസ്. രോഗങ്ങളെല്ലാം പുതിയതായിട്ട് അതായത് പുതിയ രോഗങ്ങളെല്ലാം ഡിസ്കവേർഡ് ചെയ്യാനും അതിനെയൊക്കെ ഓർഗൻ ചെയ്യാനും ആ ട്രീറ്റ്മെന്റ് എല്ലാം ശരിക്കും ടെക്നിക്കലി ആയിട്ടുള്ള മെത്തേഡ്സിലൂടെ തന്നെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഈ കാലഘട്ടത്തില് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതാണ് ആ പാരഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെക്നിക്കൽ ആയിട്ടുള്ള പ്രോഗ്രസീവിലൂടെയാണ് ഇപ്പോഴത്തെ മെഡിക്കൽ അതായത് ഹെൽത്ത് ഡിസീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് പറയുന്നു ഡിമാൻഡ് ഫ്രം ദ ക്ലിനിഷ്യൻസ് ആൻഡ് ദ കമ്മ്യൂണിറ്റി പ്രൊവൈഡ് ന്യൂലി ഡിസ്കവേർഡ് ടെക്നോളജിക്കൽ capabilities in the hospital and health service system. അപ്പോൾ നമ്മൾ വീണ്ടും പറയുന്നു എന്താണ് ഇത്തരത്തിലുള്ള ന്യൂലി ഡിസ്കവേർഡ് ആയിട്ടുള്ള ടെക്നോളജിക്കലായിട്ടുള്ള കേപ്പബിലിറ്റീസ്, അതായത് അതിന്റെ ഉപയോഗങ്ങളെല്ലാം ഹോസ്പിറ്റലിലെ ഹെൽത്ത് സർവീസ് സിസ്റ്റത്തിനെല്ലാം നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഡിമാൻഡ്, അതിന് കൂടുതൽ ആവശ്യം വന്നിട്ടുണ്ട്. It has been noted that at least half of the last decade's rise in medical cost is imputable to high technology medicine, especially diagnostic and സർജിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെ. സാധാരണയായിട്ട് നമുക്ക് രോഗനിർണയത്തിനും അല്ലെങ്കിൽ ഓപ്പറേഷൻ ഇൻ കേസ് എന്ത് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പൊ ടെക്നോളജിക്ക് വലുതായത് കൊണ്ട് എളുപ്പത്തിൽ സാധിക്കും. പക്ഷെ
നമുക്കറിയാം ടെക്നോളജി വലുതാവുമ്പോൾ എന്താണ് അതിനനുസരിച്ചുള്ള ഫിനാൻസ് ആവശ്യമാണ്. മസ്റ്റായിട്ടും നമ്മളിൽ നിന്നും കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻസ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ രോഗം നിർണ്ണയിക്കാനൊക്കെ ആയിട്ട് ഇത് സാധിക്കുന്നുണ്ട്. അതാണ് ഇന്നോട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ലീസ്റ്റ് ഹാഫ് ഓഫ് ദ ലാസ്റ്റ്, ഈ കുറച്ച് നാളുകൾ കൊണ്ട് മെഡിക്കൽ കോസ്റ്റ് ഈസ് ഇൻവേർട്ടബിൾ, അത് വളരെ കൂടുന്നുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് കോസ്റ്റ് ഫിനാൻസ് ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം ടെക്നോളജിയാണ് അവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് ഉപഭോക്താക്കൾക്ക്, അതായത് നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസിന് അത് ഉപകാരപ്രദമാകുന്നത് കൊണ്ട് അവരെല്ലാവരും അത് യൂസ് ചെയ്യാൻ തയ്യാറുമാണ്. In spite of a high cost, the commercial firms and cooperative bodies are launching the state of the hospital with the newest medical technology with the economic returns and are increasing. അല്ലെ, നമുക്കറിയാം ഇപ്പൊ വലിയ ഹോസ്പിറ്റൽസ് ഒക്കെ ലോഞ്ച് ചെയ്തു അല്ലെ. നമുക്ക് പ്രൈവറ്റ് ബോഡീസ് വരെ സ്വകാര്യമായിട്ടുള്ള വ്യക്തികൾ കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് പുതിയ ഹോസ്പിറ്റൽസ് ഒക്കെ ഫോം ചെയ്ത് അല്ലെ. അങ്ങനെ വരുമ്പോൾ എന്താണ്, അവരൊക്കെ കൂടുതൽ ടെക്നോളജിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആ ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ പൈസ, അതായത് ഫിനാൻസ് ആവശ്യമാണെങ്കിലും പേഷ്യൻസിന് അത് എന്താ പറയാ, അത് അംഗീകരിക്കുകയാണ്. കാരണം രോഗം നിർണ്ണയിക്കാൻ പറ്റുന്നുണ്ട്, മാറുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ്, ഏത് രോഗാവസ്ഥയിലുള്ളവരും എത്ര റിസ്ക് എടുത്താണെങ്കിലും അത് നമ്മൾ കൈകാര്യം ചെയ്യും അല്ലെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ തുനിയും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ദിസ് പ്രൂവ്സ് ദ growing level of healthcare awareness among the people and utilization of such services by the people from the private sector too. ഇവിടെ വീണ്ടും പറയുകയാണ്, അത് ഉപയോഗപ്രദമാക്കാൻ, അതായത് യൂട്ടിലൈസ് ചെയ്യാൻ, ഉപയോഗിക്കാനായിട്ട് പ്രൈവറ്റ് സെക്ടറിലെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഹെൽത്ത് കെയർ, അതായത് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് അല്ലെങ്കിൽ ആരോഗ്യം ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുന്ന ഏത് പീപ്പിൾ ആണെങ്കിലും അതിന് തയ്യാറാവും. കോസ്റ്റ് കൂടിയാലും വേണ്ടില്ല, നമുക്ക് ജീവൻ നിലനിർത്താനായിട്ടുള്ള ഒരു ആഗ്രഹം എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ പറഞ്ഞത്. നെക്സ്റ്റ്, ഇറ്റ് ഷോസ് ദാറ്റ് there is increasingly more and more supremacy by consumer rather than providers or പ്രൊഡ്യൂസേഴ്സ് ഇൻ എ മെഡിക്കൽ പ്രാക്ടീസ്. അപ്പൊ ഇതിന് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്, ഇപ്പൊ ടെക്നോളജി ഒക്കെ വരുമ്പോൾ എന്താണ്, പ്രാക്ടീസ് അവയർനെസ് വേണം അല്ലെ. അതുമായി ബന്ധപ്പെട്ട എങ്ങനെയൊക്കെയാണ് അത് കൈകാര്യം ചെയ്യാനൊക്കെ കൂടുതൽ ആവശ്യമാണ്. ഇപ്പൊ നമ്മളെ പോലെ എന്താ പറയുക, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ വ്യക്തികളെയൊക്കെ കൂടുതൽ ആവശ്യം വരുന്നത് ഇങ്ങനെ ടെക്നോളജി ഒക്കെ ഉയർന്നു വരുന്നത് കൊണ്ടാണ്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പെട്ടെന്ന് ഫയലുകളെല്ലാം കൊടുക്കാനും അവർക്കൊക്കെ ഒരു ജോലി സാധ്യത ശരിക്കും പറഞ്ഞാൽ വരുന്നത് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ഹോസ്പിറ്റലിൽ നടപ്പാക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും കൂടി ശരിക്കും ഹോസ്പിറ്റലിന്റെ ഒരു ചലഞ്ച് ആണെങ്കിലും ശരിക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിയുന്ന വ്യക്തികൾക്ക് അതൊരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. നെക്സ്റ്റ്, ഹോസ്പിറ്റൽ ഇൻക്ലൂഡിംഗ് ടു പ്രൊവൈഡ് മോർ ആൻഡ് മോർ reputed services in one discipline or other rather than a holistic institution of healthcare with a multidisciplinary medical team like ENT, general surgery, etc., resulting it to be a profit-oriented business establishment. എന്താ പറയുന്നത്, മോർ, അതായത് കൂടുതൽ സർവീസസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ശരിക്കും നല്ല സേവനങ്ങൾ തന്നെയാണ് ഇവർ കാഴ്ചവെക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ എന്താ പറയുന്നത്, ശരിക്കും സാധാരണയായിട്ട് എന്താ കുറെ ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിലേക്ക്, കുറെ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്ത ഹോസ്പിറ്റലിലേക്ക് എന്താ പറയുക സാധാരണക്കാർക്ക് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ കൂടി അവർ കൂടുതൽ ഫിനാൻസ് മുടക്കിയിട്ടാണെങ്കിലും ജീവൻ നിലനിർത്താനായിട്ട് അവർ പോകും അല്ലെ. അതാണ് സമഗ്രമായ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹെൽത്ത് കെയർ വിത്ത് അവർക്ക് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക്, അതായത് മൾട്ടി ഡിസിപ്ലിനറി മെഡിക്കൽ ടീംസ് ലൈക്ക് ENT, ജനറൽ സർജറി എക്സെട്ര, റിസൾട്ടിംഗ് ടു ബി പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്. നമുക്കറിയാം ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ് ആണ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അവരുടെ മെയിൻ എയിം ശരിക്കും പ്രോഫിറ്റ് ആണ്. അവർ അത്രയും ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ കോസ്റ്റ് മുടക്കുന്നുണ്ട്. അവരുടെ എയിം എന്താണ്, പ്രോഫിറ്റ് ആണ്. പക്ഷേ കസ്റ്റമേഴ്സ് ആയ പേഷ്യൻസിന് അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടും അവരുടെ രോഗത്തിന് പെട്ടെന്ന് മോചനം നേടാനൊക്കെ വേണ്ടിയിട്ടും അവർ കൂടുതൽ യൂട്ടിലൈസ് ഇവരെ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്.
ഇതൊരു തരം ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം സ്ഥലങ്ങളിൽ നമുക്ക് ചെല്ലുമ്പോഴും എന്താ പറയണ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടാണ് നമ്മൾ അവിടേക്കൊക്കെ പോകുന്നത് അല്ലെ, വലിയ വലിയ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്നത്. അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ട്രീറ്റ്മെന്റ് കിട്ടും എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് അങ്ങനെ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തിപ്പെടുക, എല്ലാ പേഴ്സൺസിലും എത്തിപ്പെടുക എന്നുള്ളത് അവരുടെ ഒരു ചലഞ്ച്. ഹോസ്പിറ്റലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇത്രയും പൈസയൊക്കെ മുടക്കി ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് കൈകാര്യം ചെയ്ത് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ പേഷ്യൻസ് ആരും വരുന്നില്ലെങ്കിൽ ഭയങ്കര നഷ്ടമല്ലേ. അത് അവരെ സംബന്ധിച്ച് ഹോസ്പിറ്റലുകാരെ സംബന്ധിച്ച് ഒരു വലിയ ചലഞ്ചാണ്. പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിട്ടുള്ള വ്യക്തികൾക്ക് ഇതൊരു ജോലി സാധ്യതയും കൂടി ഉള്ളൊരു അവസരം കൂടിയാണ്. നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കുക എന്നുള്ളത് എന്താണ്, ചെറിയ ചെറിയ ഇപ്പൊ ENT അല്ലെങ്കിൽ ജനറൽ സർജറി, ഇങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളാവുമ്പോൾ ഓരോന്നിനും ഓരോ വിങ്ങിലും ചിലപ്പോൾ ഓരോരുത്തരെ ആവശ്യമായിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെ ചെറിയ ചെറിയ കോഴ്സും കൂടും അഡീഷണൽ ഉള്ളവർക്ക്, അതായത് ഹോസ്പിറ്റലിനെ കുറിച്ച് കൂടുതൽ അവയർനെസ് കഴിഞ്ഞ ഒരു കാൻഡിഡേറ്റ്സിന് അവർ പ്രിഫർ ചെയ്യുന്നത്. ഹോസ്പിറ്റലുകാരെയൊക്കെ സംബന്ധിച്ച് ഒരു ശരിക്കും ചലഞ്ച് തന്നെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പേഷ്യന്റ് സർവീസ് ചലഞ്ചസ്. ഓരോന്നിനും ഓരോരുത്തരുടെ ചലഞ്ചസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതിലെന്താ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് ക്വാളിറ്റി കെയർ. എപ്പോഴും ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കണം പ്രാധാന്യം കൊടുക്കണം. അവർക്ക് സുരക്ഷിത ഇതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ കൊടുത്തിരിക്കണം. ദെൻ ന്യൂ ടെക്നോളജി അല്ലെ, പുതിയ ടെക്നോളജി ഒക്കെ ആവുമ്പോൾ അത് എത്രത്തോളം ഫലപ്രദമാവുന്നൊക്കെ ഉള്ള ഒരു പ്രോബ്ലം ഉണ്ട് മൊത്തത്തില്. പക്ഷെ അത് നമ്മൾ അഡ്ജസ്റ്റബിൾ ആവണം, അതിനോട് പൊരുത്തപ്പെട്ട് വരാനുള്ള ശരിക്കും പേഷ്യൻസിന് ഇത്തരത്തിലുള്ള ഇത് കൊടുക്കുമ്പോൾ അവരെ കൊണ്ട് ആ സർവീസ് അതിന്റെ ഒരു പ്രാധാന്യത്തിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കാണ്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഭയങ്കര റിസ്ക്കാണ്. അപ്പൊ അതൊരു ചലഞ്ച് തന്നെയാണ്. ദെൻ സർവീസ് എക്സ്പാൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വികസനം വരുമ്പോഴും ഏത് വികസന പ്രവർത്തനവും നടത്തുമ്പോഴും അതും ഒരു ചലഞ്ചായിട്ട് തന്നെ കണക്കാക്കേണ്ടതായിട്ട് വരും. പിന്നെ ഓവർ ക്രൗഡിങ്, എന്താ പറയാ ജനബാഹുല്യം അല്ലെ, ഒരുപാട് ജനങ്ങൾ തിങ്ങി നിറഞ്ഞു വരികയാണെങ്കിൽ ശരിക്കും അത്രയും നമുക്ക് കൈകാര്യം ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതെല്ലാം ഒരു പേഷ്യന്റ് സർവീസ് ചലഞ്ചിൽ പെടുന്ന ഒരു കാര്യങ്ങളാണ്. ദെൻ ഇന്റേണൽ ചലഞ്ചസ്. ഇന്റേണൽ ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തുള്ള ഇതുകൾ എന്തൊക്കെയാണ്, എന്തെങ്കിലും ചലഞ്ചുകൾ ഉണ്ടോ എന്നുള്ളതാണ് പറയുന്നത്. ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെ, നമുക്ക് എപ്പോഴും നമുക്കറിയാം മാനേജ്മെന്റ് നല്ല ഏബിൾ ആണെങ്കിൽ മാത്രമേ കാര്യക്ഷമമായിട്ട് ഹോസ്പിറ്റലിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മാനേജ്മെന്റ് ആയിരിക്കണം ഇന്റേണൽ ആയിട്ടുള്ളത്. ഹോസ്പിറ്റലുകാരുടെ മൊത്തത്തിലുള്ള ചലഞ്ചിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. പേഷ്യന്റ് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലംസ് നമ്മൾ കണ്ടു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇന്റേണൽ ചലഞ്ചസ്. അവിടുത്തെ മാനേജ്മെന്റ് എന്തായിരിക്കും, ക്വാളിറ്റി ഉള്ളവരായിരിക്കണം അല്ലെ. മാനേജ്മെന്റിൽ ഇരിക്കുന്ന വ്യക്തികളെല്ലാം നല്ല ഏബിൾ ആയിട്ടുള്ള കഴിവുള്ള നോളജ് ഉള്ള വ്യക്തികളായിരിക്കണം, എന്നാൽ മാത്രമേ നല്ല ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു ചലഞ്ച് തന്നെയാണ്. ദെൻ കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, അതായത് നമ്മൾക്കറിയാം ചെലവ് അല്ലെ, അത് പ്രോഫിറ്റിനേക്കാൾ വരവിനേക്കാൾ കൂടുതൽ ചെലവ് വന്നു കഴിഞ്ഞാൽ അതൊരു നഷ്ടമായി തീരും അല്ലെ. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അതൊരു നഷ്ടമാണ്. അപ്പൊ കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം പൊരുത്തപ്പെട്ട് പോകണം. ദെൻ ലീഡർഷിപ്പ് മോട്ടിവേഷൻ, എപ്പോഴും ഒരു എന്താ പറയുക ഒരു ലീഡർഷിപ്പ്, ഒരു നേതൃത്വം ഉണ്ടായിരിക്കണം അല്ലെ. ഏതൊരു സ്ഥാപനം നന്നായിട്ട് റൺ ചെയ്യണമെങ്കിൽ ഒരു നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം. ആ ലീഡർഷിപ്പ് ഇത്തിരി മോശമാണെങ്കിൽ എന്താ സംഭവിക്കുക, അത് സാധാരണ രീതിയിൽ നല്ല രീതിയിൽ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ടൈമിംഗ് ഒന്നും ഉപയോഗിക്കാതെ എന്താ പറയുക അതിന്റെ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടില്ല. അപ്പൊ ലീഡർഷിപ്പ് നല്ല കറക്റ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ആയിരിക്കണം. ദെൻ മോഡേൺ ഇൻഫോർമേഷൻ ടെക്നോളജി, പുതിയ ടെക്നോളജീസ് എപ്പോഴും അവൈലബിൾ ആണോ അല്ലെ. പേഷ്യൻസ് ഒക്കെ എപ്പോഴും പറഞ്ഞെങ്കിൽ എന്തായിരിക്കണം, ഹോസ്പിറ്റലിൽ നല്ല ടെക്നോളജി നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കുമെന്ന് പേഷ്യൻസിന് അറിവുണ്ടായിരിക്കണം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ടെക്നോളജി, ഇൻഫോർമേഷൻ ടെക്നോളജി ഒക്കെ ഉണ്ടായിരിക്കണം. ദെൻ കോമ്പറ്റീവ് മാർക്കറ്റിംഗ്, ഇപ്പൊ നമുക്കറിയാം ഏത് ഹോസ്പിറ്റലാണെങ്കിലും ഇപ്പൊ എവിടെയാണെങ്കിലും പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല ഒരു മത്സരത്തില് വിജയിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കും. അതിപ്പോ ഹോസ്പിറ്റലിന്റെ കാര്യത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. കോമ്പറ്റീവ് മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു മേഖല തന്നെയാണ് ഇത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നതും. നെക്സ്റ്റ് പവർ ക്രൈസ്, നല്ല ശക്തി ആർജിക്കുന്ന അല്ലെ, നമ്മുടെ എന്താ പറയുന്ന അധികാരമോഹങ്ങളൊക്കെ ഉള്ള അതാണ് ഉദ്ദേശിക്കുന്നത്. റെഡ് മീനിങ് എന്ന് പറയുന്നത് പവർ ക്രൈസ് എന്ന് പറഞ്ഞ അധികാരം, അതെ അധികാരമോഹങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഹോസ്പിറ്റലില് തലപ്പുറത്തൊക്കെ ഇരിക്കുന്ന വ്യക്തികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. സബോർഡിനേറ്റിന് അത് അംഗീകരിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ അങ്ങനെയൊക്കെ വരുമ്പോൾ അധികാരമോഹങ്ങളൊന്നും പാടില്ല.
പക്ഷെ നല്ല വെൽ റണ്ണായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന രീതിയിലുള്ള ഡിസിഷൻസും വ്യക്തികളൊക്കെ ആയിരിക്കണം എന്നുള്ളത് പ്രത്യേകം ഒരു ചലഞ്ച് തന്നെയാണ്, ഇന്ത്യയുടെ ചലഞ്ച് തന്നെയാണ്. നെക്സ്റ്റ് മാൻ പവർ മാനേജ്മെന്റ് അല്ലെ. നമ്മൾ സാധാരണ രീതിയിൽ ഏത് തലങ്ങളിലും ഹ്യൂമൻ പേഴ്സൺസ് ഉണ്ടാവും, അവർക്ക് എല്ലാവർക്കും എന്തുണ്ടാവണം, ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവണം. അപ്പോ മാൻ പവർ മാനേജ്മെന്റ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള കഴിവും നേതൃത്വങ്ങളിൽ വഹിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു മാനേജ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ടെക്നോളജി മാനേജ്മെന്റ്. അപ്പൊ ടെക്നോളജി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ നിയന്ത്രിക്കാൻ കഴിവുള്ള വ്യക്തികൾക്ക് തന്നെ ചിലപ്പോൾ ടെക്നോളജി നിയന്ത്രിക്കാൻ കഴിവൊന്നും വരില്ല. കാരണം ടെക്നോളജിയെ കുറിച്ച്, സാങ്കേതിക വിദ്യയെ കുറിച്ചുള്ള അറിവുള്ളവർക്ക് മാത്രമേ അത്തരം മാനേജ്മെന്റ് നടത്താനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. നല്ല ടെക്നോളജി മാനേജ്മെന്റ് ഉള്ള വ്യക്തികൾ ഉണ്ടായിരിക്കണം. ഫിക്സ്ഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. എപ്പോഴും എന്താ പറയുക, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക എന്റർപ്രൈസ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒന്നും ആവരുത്. ഫിക്സഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഒരു ഘടനയായിരിക്കണം അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. ആ ഹോസ്പിറ്റലിൽ റൺ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് എപ്പോഴും ഒരു സ്ഥിരമായിട്ടുള്ള ഓർഗനൈസേഷൻ ഘടനയായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഇതെല്ലാം ഇന്റേണൽ ചലഞ്ചസ് ആണ്. ഒരു ഹോസ്പിറ്റലിലെ ഇന്റേണൽ ചലഞ്ചസ്, പേഷ്യൻസിന്റെ നമ്മൾ കണ്ടു, അവർക്കുള്ള കാര്യങ്ങൾ ചലഞ്ചുകൾ നമ്മൾ കണ്ടു. നെക്സ്റ്റ് ഇന്റേണൽ ചലഞ്ചസ്. വീണ്ടും നമ്മളോട് പറയുന്നുണ്ട് എക്സ്റ്റേണൽ ചലഞ്ചസ്. എക്സ്റ്റേണൽ ചലഞ്ചസ് എന്താ? ബയോമെഡിക്കൽ മാനേജ്മെന്റ് റെഗുലേഷൻ, ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, റൈറ്റ് ടു ഇൻഫോർമേഷൻ, ലീഗൽ ഇഷ്യൂസ് ആൻഡ് എത്തിക്കൽ ഫാക്ടേഴ്സ്. അതെല്ലാം എത്തിക്കൽ ചലഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് അല്ലെ കൺസ്യൂമേഴ്സിന്, ഉപഭോക്താക്കൾക്ക് നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കണം. അല്ലെങ്കിൽ ബയോമെഡിക്കൽ മാനേജ്മെന്റ് കാര്യക്ഷമമായ മെഡിക്കൽ മാനേജ്മെന്റ് തീരുമാനങ്ങളൊക്കെ ആയിരിക്കണം. റൈറ്റ് ടു ഇൻഫോർമേഷൻ അല്ലെ, നമുക്ക് എന്താ പറയാ, അവകാശങ്ങൾ, ഇൻഫോർമേഷൻ, വിവരാവകാശം ഒക്കെ ഉണ്ട് അല്ലെ. ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്തറിയാനായിട്ടും ഒരു ചെറിയ എന്താ പറയുക നിശ്ചിത ഫീസോടുകൂടി ഹോസ്റ്റലായിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ള മറുപടി വേണം അല്ലെ. അങ്ങനത്തെ ഒരു റൈറ്റ് ടു ഇൻഫോർമേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം ഒരു ഉണ്ടാവും. അപ്പോ ഹോസ്പിറ്റലിലാണെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതെല്ലാം ഒരു എക്സ്റ്റേണൽ ചലഞ്ചസ് ആണ്. ദെൻ ലീഗൽ ഇഷ്യൂസ്, എത്തിക്കൽ ഫാക്ടേഴ്സ്. അറിയാം, നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസോ ഫാക്ടേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം നേരിടേണ്ടത് ശരിക്കും ഹോസ്പിറ്റലുകളുടെ മെയിൻ ചലഞ്ച് ആണ്. നെക്സ്റ്റ് പബ്ലിക് റിലേഷൻസ് അല്ലെ. നമ്മളുടെ ഹോസ്പിറ്റലിൽ നിലനിർത്തി പോകാനായിട്ട് പൊതുവെ നമുക്ക് എല്ലാവരോടും ഇടപെടേണ്ടതുണ്ട് അല്ലെ. പബ്ലിക്കായിട്ട് നമ്മൾക്ക് എന്താ പറയുക ഒരു കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കണം അവരോടും. അല്ലെങ്കിൽ എന്താ, ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അല്ലെങ്കിൽ ആ സ്ഥാപനം നടത്തുന്ന മേഖലയിലുള്ള ഏത് അധികാരികളോടും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, അത് തന്നെയാണ് നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റേഴ്സ് ഒക്കെ ഡീൽ ചെയ്യാനായിട്ട് അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസ്. ഇതിലെ എന്തെല്ലാം സ്ട്രാറ്റജീസുകൾ ഈ ചലഞ്ചുകൾ കൈകാര്യം ചെയ്യാനായിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, പവർ ഷെയറിങ്, അവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്, ഇൻക്രീസിങ് എഫിഷ്യൻസി, ഇംപ്രൂവ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് കെയർ. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഈ ചലഞ്ചുകളെല്ലാം ലഘൂകരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ നന്നായിട്ട് റൺ ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ ലോക്കലായിട്ടുള്ള വ്യക്തികളെയും അല്ലെങ്കിൽ അവിടെ ഉള്ള സ്റ്റാഫുകളൊക്കെ ആണെങ്കിലും നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പേഷ്യൻസിനെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് എന്നെങ്കിലും മൊത്തത്തില് ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ല ഒരു മാർക്ക് വേണം. എന്നാൽ മാത്രമല്ലേ ആ ഹോസ്പിറ്റലിലേക്ക് പോകുള്ളൂ. ഇപ്പൊ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഇഷ്യൂസ് വരുമ്പോൾ എല്ലാവരും കൂടി ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ പഠിച്ചായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സംഭവങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നടപടികളൊക്കെ എടുക്കും. നമുക്ക് അറിയില്ല, ചിലപ്പോഴൊക്കെ ഹോസ്പിറ്റലുകാർ ചിലപ്പോ എന്താ പറയുക സൗജന്യ നേത്ര ചികിത്സ അല്ലെങ്കിൽ സൗജന്യമായിട്ട് ഷുഗർ നോക്കുന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ എന്തെങ്കിലും അവാർഡുകൾ കൊടുക്കുക +2 കഴിഞ്ഞ കുട്ടികൾക്ക്, അല്ലെങ്കിൽ 10th ഒക്കെ കഴിഞ്ഞവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് എന്തെങ്കിലും അവാർഡുകൾ കൊടുക്കുക. അതല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ബോണസ് എന്തെങ്കിലുമൊക്കെ അവരുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും ബോണസ് എന്തെങ്കിലും കൊടുക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റിവിറ്റീസ് ഹോസ്പിറ്റലുകാര് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? ഈ ചലഞ്ചുകള് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ പ്രതിരോധ സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. അപ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് അതിൽ ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജിയാണ്. ദെൻ പവർ ഷെയറിങ്, അവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്, ഇൻക്രീസ് എഫിഷ്യൻസി, ഇംപ്രൂവ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് കെയർ. ഇതെല്ലാം പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതുകളൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയാത്തത്.
അപ്പോ വീണ്ടും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം. ഡെവലപ്പിംഗ് മോഡേൺ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം, മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസ്, ലീഡർഷിപ്പ് മോട്ടിവേഷൻ, കരിയർ ഡെവലപ്മെന്റ്, റീഓറിയന്റേഷൻ ട്രെയിനിങ് ഫോർ സ്റ്റാഫ്, പിന്നെന്താ റെസ്ട്രക്ചറിങ്, പിന്നെ ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റീസ്. എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചൊക്കെ കൊടുക്കാൻ, ഇളവ് ചെയ്ത് കൊടുക്കാനൊക്കെ പറയും. ഇത് വീണ്ടും വീണ്ടും ഓരോന്നെടുത്ത് പറഞ്ഞു തരണോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം ആയതുകൊണ്ടാണ് ഞാനിതിങ്ങനെ നിങ്ങളിങ്ങനെ കേട്ടിങ്ങനെ ഇരിക്കാണല്ലോ. അപ്പൊ നിങ്ങളായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എന്താ പറയണ നിങ്ങളെ കൊണ്ട് ഒന്ന് വായിപ്പിച്ച് പറയിപ്പിക്കാൻ നോക്കുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ വേണമല്ലോ. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, ഈ സ്ട്രാറ്റജീസ് എങ്കിലും പറഞ്ഞു നോക്കുക. നിങ്ങൾക്ക് കുറച്ച് സമയമുണ്ട്. അപ്പൊ നോക്കി നമ്മുടെ പോർഷൻസ് ഏതാണ്ട് കവർ ചെയ്തു. അപ്പൊ ഇനി പുതിയതായിട്ട് എനിക്ക് പോർഷൻ ഇതൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ഇത് ഇന്നെടുത്തതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിലും നിങ്ങളും എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് പറയൂ. ആരെങ്കിലൊക്കെ ഒന്ന് ഇന്നെടുത്തത് എന്തെങ്കിലും ഒന്ന് പറയാമോ? ഇൻസിഡൻസ് റേറ്റും ആ സംഭവങ്ങളും പിന്നെ ചലഞ്ചസും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാമോ? ഇന്ന് പറയാണ് ഞങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ കയറില്ലായിരുന്നു, കാരണം ഇന്ന് മാഡം ഡിസ്കസ് ചെയ്യാണല്ലോ എന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ എടുത്ത 3 എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ? ഓഡിറ്റും പിന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റും പിന്നെ ഇതാണ് ലാസ്റ്റത്തെ ഹൗസ് എന്താ പറയുന്നത് ഹോസ്പിറ്റൽ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ആ 3 ഞാൻ എടുത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ കുറച്ച് നേരത്തെ ഇത് നിർത്തി വെക്കാന്ന് വെച്ചത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനും എന്തെങ്കിലുമൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാനും ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ ഈ 3 ഇതില്? വായിച്ചു നോക്കിയായിരുന്നോ ഈ 3? ഹലോ, എന്തെങ്കിലും റിപ്ലൈ എന്ന് പറയാം. ഇൻസിഡൻസ് ഒന്നും കൂടെ പറയാമോ? എന്തോ ഇൻസിഡൻസിനെ കുറിച്ച് പറയുന്നത് കുഴപ്പമില്ലാതെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ കേൾക്കുമ്പോ സാധാരണ വേർഡ് നമ്മൾ കേൾക്കുമ്പോൾ എന്താ ഇൻസിഡന്റ്, ഒരു ഇൻസിഡന്റ് സംഭവിച്ചു, എന്തോ സംഭവിച്ചു, എന്തോ അപകടം സംഭവിച്ചു എന്ന് മാത്രമാണല്ലോ നമ്മൾ ആ വേർഡ് മീൻ ചെയ്യാറുണ്ട്. നമ്മൾ സാധാരണ ആ വേർഡ് കൊണ്ട് അത്രേ അർത്ഥമാക്കാറുള്ളൂ. പക്ഷെ ഹോസ്പിറ്റലില് ഇൻസിഡൻസ് എന്നുള്ള ഒരു വേർഡിന് വേറൊരു തരത്തിലുള്ള മീനിങ് കൂടിയുണ്ട്. അതായത് ഇൻസിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ, അതായത് പ്രത്യേക ഒരു സ്പെസിഫിക് പീരീഡില് എന്തെങ്കിലും രോഗങ്ങൾ വരാം, ആ പ്രത്യേകിച്ച് കൂടുതൽ രോഗങ്ങൾ വരുന്ന ഒരു ടൈം, ആ പീരീഡില് അത്തരം രോഗങ്ങൾ വരുമ്പോ അവിടെ ഹോസ്പിറ്റലുകാര് അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക പൊതുമേഖലയ്ക്കും എന്തെങ്കിലും ബന്ധപ്പെടാല്ലേ മന്ത്രിസഭയ്ക്കും എന്തെങ്കിലും ചിലപ്പോൾ ആവശ്യപ്പെടാം. ഇപ്പോഴത്തെ ഇൻസിഡൻസ് റേറ്റ് ഒന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നൊക്കെ ആവശ്യപ്പെടാം. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പുതിയ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ തടയാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും മുൻകരുതലുകൾ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഇൻസിഡൻസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ഇൻസിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം സംഭവിക്കുന്ന ഒന്നല്ല. ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാലയളവില് കുറച്ച് രോഗങ്ങൾ പടർന്നു പിടിച്ചിരിക്കുന്നു, അല്ലെ? എന്തെങ്കിലും ഒരു രോഗവ്യാപനം വന്നിരിക്കുകയാണ്. അത് വരാൻ പറ്റാവുന്ന കുറെ വ്യക്തികളും കൂടി ഉണ്ട്. അതായത് സാധാരണ രീതിയിൽ പകർച്ചവ്യാധി ആണെങ്കിൽ എന്താ, നമ്മള് നിലവിൽ വന്നിരിക്കുന്ന കുറച്ച് വ്യക്തികൾ, ആ രോഗം പിടിപെട്ടിരിക്കുന്ന വ്യക്തികളെ മൊത്തത്തിൽ കൗണ്ട് ചെയ്ത് ന്യൂമറേറ്റർ ആയിട്ട് എടുക്കുകയാണ്. വീണ്ടും അതിനെ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുന്നത്, അതായത് ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് വരാൻ ചാൻസ് ഉള്ള കുറെ വ്യക്തികളെയാണ്. വരാൻ ചാൻസ് ഉള്ള കുറെ വ്യക്തികളെ കൗണ്ട് ചെയ്തിട്ട് അതിനെ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുന്നു. ഇതൊരു സ്പെസിഫിക് പീരീഡിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ മഴക്കാലമാണ്. മഴക്കാലത്ത് കുറെ വ്യക്തികൾക്ക് നമുക്കറിയാം ഇപ്പോ പനി ബാധിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഓരോ ഹോസ്പിറ്റലിനോടും പറയാണ് നിങ്ങൾ ഇൻസിഡൻസ് റേറ്റ് HIV H1N1 വന്ന വ്യക്തികളുടെ കുറച്ച് ഇൻസിഡൻസ് റേറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. അവിടെ എത്രത്തോളം H1N1 വന്നിട്ടുണ്ടോ, എത്ര വ്യക്തികൾക്ക് വന്നിട്ടുണ്ടോ, ദെൻ അതാണ് ന്യൂമറേറ്റർ ആയിട്ട് എടുക്കുന്നത്. ദെൻ അതിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുന്നത് വരാൻ ചാൻസ് ഉള്ള കുറെ വ്യക്തികളെയാണ്. ആ പോപ്പുലേഷനിൽ ആ എന്താ പറയുക ആ സ്ഥലങ്ങളിലെ ആ പ്രത്യേക പ്രദേശത്തെ H1N1 വരാനുള്ള സാധ്യതയുള്ള വ്യക്തികളെ ഡിനോമിനേറ്റർ ആയിട്ടും യൂസ് ചെയ്തിട്ടാണ് ഇത് ഈ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് 3 മന്തിനോ 4 മന്തിനോ അല്ലെ ഒരു നിശ്ചിത പീരീഡിനുള്ളിലുള്ളതാണ് അവർ കൗണ്ട് ചെയ്യുന്നത്. അപ്പോ അതാണ് പറയുന്നത് ന്യൂമിനേറ്റർ എന്ന് പറയുന്നത് ആ പേഴ്സൺസ്, ആ രോഗം വന്നിരിക്കുന്ന വ്യക്തികള്. ഡിനോമിനേറ്ററിൽ വരുന്നത്
സാധ്യതയുള്ള വരാൻ സാധ്യതയുള്ള വ്യക്തികളെ ഇൻറ്റു അത് എത്രയാണ് സാധാരണയായിട്ട് എത്ര മാസത്തിന് വേണ്ടിയിട്ടാണോ ആ മന്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കാൽക്കുലേഷൻ ആണ് ഈ ഇൻസിഡൻസ് റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒന്നുകൂടി ഞാൻ വായിക്കാം. ഇൻസിഡൻസ് ഈസ് ദ നമ്പർ ഓഫ് ലേറ്റ്ലി ഡയഗ്നോസ്ഡ് കേസസ് ഓഫ് ഡിസീസസ്. ഇപ്പോ നിലവിലെ സാധാരണയുടെ അവസാനം അല്ലെ ഈ കാലയളവില് നിർണയിച്ചിരിക്കുന്ന കേസസ് ഡിസീസുകൾ ആ രോഗങ്ങൾ പ്രത്യേകം ഇപ്പൊ സാധാരണയായിട്ട് നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് രോഗികളുണ്ട്. പക്ഷെ സ്പെസിഫൈ പീരീഡിൽ വരാവുന്ന കുറച്ച് രോഗമുണ്ടല്ലോ, ആ രോഗികളുടെ നമ്പറാണ് കൗണ്ട് ചെയ്യുന്നത്. An incidence rate is the number of a recent case of a diseases divided by the number of patients at risk of the diseases. സാധാരണയായിട്ട് റിസ്ക് ഓഫ് ദ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ സാധ്യതയുള്ള വ്യക്തികൾ, ആ ടൈമിൽ ആ ലൊക്കാലിറ്റിയിൽ വരാൻ സാധ്യതയുള്ള പേഴ്സൺസിനെയാണ് ഡിനോമിനേറ്റർ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇൻസിഡൻസ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് റേറ്റ്. അതൊരു ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട റേറ്റിംഗ് സിസ്റ്റം ആണ്. ഇറ്റ് ഈസ് എ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ അറ്റ് റിസ്ക് who develop diseases in the course of a specific time of a period. അപ്പോ എന്തെങ്കിലും വളർച്ച അല്ലെ ആ ഡിസീസസിന്റെ വളർച്ച എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഇൻസിഡൻസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്റെ ഫോർമുല വീണ്ടും പറയുന്നുണ്ട്. ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് ഡിസീസസ് ഇൻ എ ഗിവൺ ടൈം പീരിയഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പേഴ്സൺ ടൈം അറ്റ് റിസ്ക് ഡ്യൂറിംഗ് ദ ഫോളോ അപ്പ് പീരിയഡ്. ഈ പീരിയഡില് എത്രത്തോളം പേഴ്സൺസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതും കൂടിയുള്ള വ്യക്തികളെ കമന്റ് ചെയ്തിട്ടാണ് ഡിനോമിനേറ്റർ ആയിട്ട് അത് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇൻസിഡൻസ് എന്നുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ കുറെ പോയിന്റ്സ് ഒക്കെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്, അതിന് കീ എലമെന്റ്സ് ഉണ്ടെന്ന് പറയുന്നു. അതായത് ന്യൂ കേസസ് ഇൻക്ലൂഡഡ് ഇൻ ന്യൂമറേറ്റർ, ഒള്ളി ന്യൂ അല്ലെ, പുതിയതായിട്ട് വന്നത്. സത്യത്തിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവസാനം ഒരു ക്യാരക്ടറിസ്റ്റിക്സിന്റെ അവസാനത്തെ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോപ്പുലേഷൻ മസ്റ്റ് ബി ഫ്രീ ഓഫ് ഡിസീസസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് സ്റ്റഡി. ശരിക്കും ആ സ്റ്റഡി നടത്തുന്നതിന് മുമ്പ് ആ വ്യക്തികൾക്ക് അങ്ങനെ ഒരു ലക്ഷണം, ആ ഒരു രോഗം ഉണ്ടായിരുന്നില്ല. ആ ഭാഗത്തെ വ്യക്തികൾക്ക് അങ്ങനെ ഒരു രോഗം ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം ഇപ്പൊ മഴക്കാലത്തിന് മുമ്പ് ഇത്തരം പനി പിടിച്ച വ്യക്തികൾ ഉണ്ടായിരുന്നോ? ഇല്ല. മഴക്കാലത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പനി റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ. അത് ആ രോഗാവസ്ഥ വരുന്നതിന് പ്രത്യേക കാരണങ്ങളുണ്ടാകും. ചിലപ്പോൾ വല്ല തണുപ്പോ അല്ലെങ്കിൽ പെട്ടെന്ന് അണുക്കൾ കൂടുതൽ അറ്റ്മോസ്ഫിയറിൽ വന്നത് കൊണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഈ പോപ്പുലേഷൻ മസ്റ്റ് ബി ഫ്രീ ഓഫ് ഡിസീസസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റഡി. ഈ ഇൻസിഡൻസ് ഉള്ള സ്റ്റഡി എടുക്കുന്നതിന് വേണ്ടി ആ ഭാഗത്തെ പേഴ്സൺസിനൊന്നും എന്തില്ല, രോഗം ഇല്ല, അത്തരത്തിലുള്ള രോഗം ഇല്ല. വീണ്ടും ഇങ്ങനെ ഇത് എടുക്കാൻ കാരണം കുറച്ച് രോഗികൾ പെട്ടെന്ന് കൂടുകയാണ്, പനി ബാധിച്ച് വരുന്ന വ്യക്തികളുടെ എണ്ണം കൂടി വരികയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്തെങ്കിലും പ്രിക്കോഷൻസ് ഒക്കെ ഗവൺമെന്റിനാണെങ്കിലും എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഹോസ്പിറ്റലുകാരോട് ഇൻസിഡൻസ് റേറ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ ഇൻസിഡൻസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താ പറയുക, വന്നിരിക്കുന്ന വ്യക്തികളുടെ എണ്ണം ന്യൂമറേറ്റർ ആയിട്ട് എടുത്ത് വീണ്ടും ഡിനോമിനേറ്റർ വരാൻ സാധ്യതയുള്ള വ്യക്തികളുടെ എണ്ണം ഡിനോമിനേറ്റർ ആയിട്ട് എടുത്ത് സ്പെസിഫിക് പീരീഡും കൂടി കൺസിഡർ ചെയ്തിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് ഇതിൽ പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി. എനിക്ക് ആരെങ്കിലും ചോദിച്ചു തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമുക്കത് പഠിപ്പിക്കുമ്പോൾ അതാണ് കൂടുതലും ശരിക്കും നിങ്ങൾ പഠിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ. നിങ്ങൾക്കത് മൈൻഡിലേക്ക് എത്തി എന്ന് പറയുന്നത് ഭയങ്കര ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോ ഇൻസിഡൻസിനെ കുറിച്ച് മനസ്സിലായി കാണും. ഇതാണ് പ്രധാനമായിട്ടും ഇന്ന് പഠിക്കുന്നതിൽ ഒരു പുതിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻസിഡൻസ് ആണ്. അതൊക്കെ ശരിക്കും പറഞ്ഞ സാധാരണ റഫായിട്ട് നമ്മൾ വായിച്ചു പോകുന്നതും ടെക്നോളജിയുടെ വികസനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി മനസ്സിലാവുന്ന കാര്യമാണ്. ഹോസ്പിറ്റലില് പുതിയ ടെക്നോളജീസ് അല്ലെ, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല് എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് ഇപ്പൊ ഹോസ്പിറ്റലുകളൊക്കെ ലോഞ്ച് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന് കൂടുതൽ കാര്യം ടെക്നോളജി കൂടുതൽ ഡെവലപ്പ് ചെയ്തത് കൊണ്ടാണ്. പുതിയ ടെക്നോളജീസ് അവൈലബിൾ ആക്കിയിട്ടാണ് വലിയ ഹോസ്പിറ്റലുകളൊക്കെ ഫോം ചെയ്യുന്നത്. അവർക്ക് എന്തായാലും കോസ്റ്റ് കൂടുതലായിരിക്കും. അവിടെ പോയി ചികിത്സിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. അവരെന്തായാലും എന്താ പറയുക, പ്രോഫിറ്റ് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോ അതിനനുസരിച്ചുള്ള ഒരു പ്രോബ്ലംസും അവിടെ ഉണ്ടാവും. അതനുസരിച്ചുള്ള ടെക്നിക്കല് അവയർനെസ് ഉള്ള വ്യക്തികളൊക്കെ പോസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഇതേമാതിരി നമ്മൾ കൂടുതലും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ജോലി സാധ്യത കൂടിയത് എന്തുകൊണ്ടാണ്?
ഹോസ്പിറ്റലുകളെല്ലാം പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കെല്ലാം അത്യാവശ്യം കാര്യങ്ങളൊക്കെ റൺ ചെയ്യാൻ അറിവുള്ളവരെ നിയമിക്കേണ്ടത് വരും അല്ലെ. അത്യാവശ്യം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലിനെ കുറിച്ച് അറിവുള്ള വ്യക്തികളെ എല്ലാം പോസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒട്ടുമിക്ക റിസപ്ഷനിസ്റ്റ് മേഖലകളിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഒരു സാധ്യത വരുന്നത് അതുകൊണ്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് റൺ ചെയ്ത് പോകണം, കോർഡിനേറ്റ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതാണ് ശരിക്കും ചലഞ്ചസ് എന്നുള്ള രീതിയിൽ വരുന്നത്. ഇതൊക്കെ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഓരോ മേഖലയെ തിരിച്ചു പറയുന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത്തിരി ടഫുള്ള ഭാഗം എന്ന് പറയുന്നത് ഇൻഷുറൻസ് എന്നുള്ള കാര്യം തന്നെയായിരുന്നു. കാരണം ഇൻഷുറൻസ് നമ്മൾ സാധാരണ കിട്ടുന്ന ഒരു വേറ്റ് മീനിങ് അല്ല ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ ഇനി മുകളിലേക്കൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ കേട്ടോ. ഇതെല്ലാം നമ്മൾ വിട്ടുപോയതാണ്, ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞു പോയത്. മുകളിലേക്ക് കുറെ സംഭവങ്ങളൊക്കെ എടുത്തു പോയി. ആരെങ്കിലൊക്കെ വായിച്ചു വിട്ടോ? ഏത് ഹെഡിങ് ചോദിച്ചാലും നമുക്ക് അറിയില്ല എന്ന് പറയരുത്. അതായത് എന്താണെങ്കിലും എന്താണ് എന്താ പറയാ തുടക്കം മുതൽ ഇങ്ങനെ തന്നെയാണ്. എന്താണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു മീനിങ് എന്താണെന്ന് നമ്മൾ മനസ്സിൽ രൂപീകരിച്ചിരിക്കുക അല്ലെ. നമുക്ക് പിന്നെ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ മോക്ക് ടെസ്റ്റ് പോലെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് എന്താ പറയാ 4 ഓപ്ഷനിൽ നിന്ന് ഒരെണ്ണം തെരഞ്ഞെടുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ നമ്മൾ ഇതിനെ കുറിച്ച് അറിയുക എന്ന് പറയുന്നത് നമ്മളൊരു ജോലിക്ക് ചെല്ലുമ്പോൾ എല്ലാത്തിനെയും കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടായിരിക്കുക. അതാണ് നമ്മൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. ഈ കോഴ്സ് കഴിയുമ്പോൾ നമ്മൾ എന്താ പറയാ ഹോസ്പിറ്റലുമായിട്ട് മൊത്തത്തിലും അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്. അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ എന്താണ്, ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താണ് ശരിക്കും വില്ലേജ് മാനേജ് വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ എന്തൊരു സംഭവം അതൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. നമ്മൾ പെട്ടെന്ന് ഒരു വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അറിയാമായിരുന്നോ ഈ കോഴ്സിന് മുമ്പ്? ഇല്ല, എനിക്ക് തോന്നുന്നു അറിയില്ലായിരുന്നു എന്ന് തോന്നുന്നു. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ? നിങ്ങൾ അത്യാവശ്യം കുറെ കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് അറിഞ്ഞതല്ലേ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കോഴ്സ് അല്ലേ? ഓക്കെ, അപ്പൊ കുറെ അവയർനെസ് കുറച്ച് മൊത്തത്തില് ഈ ഹോസ്പിറ്റലിൽ എന്താ നടക്കണേന്ന് മൊത്തത്തിൽ നിങ്ങൾ അറിഞ്ഞു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ജോബ് എന്ത് വന്നാലും അവിടെ എന്താണെന്നുള്ള ഒരു കാര്യം നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് ഫിറ്റ് ചെയ്ത് വരും. പഠിക്കുന്നതിനേക്കാൾ ഉപരി അറിവ് നേടുക. ശരിക്കും മൊത്തത്തില് ഹോസ്പിറ്റലിലെ ഡ്യൂട്ടികളെ കുറിച്ച് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് അറിവ് നേടുക. അപ്പൊ നമുക്ക് കോൺഫിഡൻസോട് കൂടിയിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതായത് അവിടെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒരു പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും എവിടെയും ജോബ് നമുക്ക് കിട്ടാം. അവർക്ക് അതിൻ്റെതായ ഒരു സിസ്റ്റം ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളപ്പോ അത് ഫോളോ ചെയ്ത് പോകും. പക്ഷെ അവയർനെസ് മൊത്തത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പഠിക്കുന്നതിൽ നിങ്ങൾ ഇത് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം മോക്ക് ടെസ്റ്റ് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നേരത്തെ തന്ന ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൽ നിന്നൊക്കെ തന്നെയായിരിക്കും മോഡൽ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഉപയോഗിക്കും തോന്നുന്നല്ലേ. എനിക്കറിയില്ല കൂടുതൽ കാര്യങ്ങളൊന്നും. അതൊക്കെ ഇവിടുന്ന് ഇൻഫോം ചെയ്യും. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നിന്നായിരിക്കും വരുന്നത്. പക്ഷെ അറിവ് മൊത്തത്തിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കോഴ്സ് കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ എന്താണ് നടക്കണേന്നുള്ളത് മൊത്തത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു പേരും നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് ഒന്നും വരാതിരിക്കരുത്. പെട്ടെന്ന് ഇപ്പൊ ഒരു CRM എന്ന് കുറിച്ച് ഒരു ചോദ്യം വരെയാണ്. CRM എന്ത് സംഭവം നമ്മളൊക്കെ അറിയാതിരിക്കരുത്. അതെന്താ ശരിക്കും? ഞാൻ പഠിപ്പിക്കാത്ത ഒരു ഇതാണ്, നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് അറിയാമോ CRM എന്ന് വെച്ചാൽ എന്താണ്? CRM സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്ന എവിടെയാ? ഫ്രണ്ട് ഓഫീസിൽ അല്ലെ. ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ മൊത്തത്തിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്താ CRM. അത് ഫീൽഡ് ചെയ്താണ് പേഷ്യൻസിനെ നമ്മൾ റെക്കോർഡൊക്കെ കളക്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും എന്താ പറയുക CRM-ലാണ് രേഖപ്പെടുത്തുന്നത്. ഓരോ ഹോസ്പിറ്റലിലും ഓരോ സോഫ്റ്റ്വെയർ ആയിരിക്കും. ഇൻ കേസും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് CRM എന്ന് പറയുന്നത്. അപ്പോ അപ്പൊ അതെന്താണ്, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. മൊത്തത്തിൽ ഞാൻ മനസ്സിലാക്കി തന്നത് നിങ്ങള് പഠിപ്പിച്ച കാര്യങ്ങള് എല്ലാ എല്ലാ എന്താ പറയാ മേഖലകളെ കുറിച്ചും അറിഞ്ഞിരിക്കുക. എന്നാൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് അത് എന്താന്നുള്ള കാര്യങ്ങളിലേക്ക് ചിന്ത വരികയുള്ളൂ. അവരൊക്കെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞാൽ ഡിഫറെന്റ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ കോമൺലി ഉപയോഗിക്കുന്ന ലാംഗ്വേജിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പൊ ആ ഇതുകള് ആ വേർഡ്സുകള് എന്താണ്, എന്തിനെ സൂചിപ്പിക്കുന്നതാണ്, എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത് മനസ്സിലാക്കി. ഇപ്പൊ ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഇൻസിഡന്റ് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു അപകടം സംഭവിച്ചു, എന്തെങ്കിലും ഒരു മാറ്റർ സംഭവിച്ചു എന്നല്ലേ പറയുള്ളൂ. ഇവിടെ ഇൻസിഡന്റ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് അപ്പോ നമുക്ക് മനസ്സിലാക്കി, അത് വായിച്ച് മനസ്സിലാക്കിയപ്പോഴല്ലേ നമുക്ക് മനസ്സിലായുള്ളൂ.
എന്ന് പറഞ്ഞ മാതിരി നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. ഇനി എന്തെങ്കിലും എനിക്ക് തോന്നുന്നു എന്റെ ക്ലാസ് ഇതോടുകൂടി ക്ലോസ് ചെയ്യാൻ തോന്നുന്നു. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല മിസ്സേ. ഇല്ല. ഞാൻ മനസ്സിലായിരുന്നോ? മനസ്സിലായി മിസ്സേ. ഷാരൺ മാത്രമേ അറിയാണോ? ഓൺ ചെയ്ത് വെച്ചിട്ട് പോയൊക്കെയാണോ? എന്തെങ്കിലും മനസ്സിലായിരുന്നോ? ക്ലാസ് ഒക്കെ എങ്ങനെയും മനസ്സിലായിരുന്നോ? ഓക്കെ. എന്തായാലും നിങ്ങള് നന്നായി തന്നെ എന്താ ചെയ്യാം, കോഴ്സ് പൂർത്തിയാക്കിയിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് കോൺഫിഡൻസോട് കൂടിയിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ഇതെല്ലാം കുറച്ച് അവയർനെസ് കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ അവയർനെസ് ആണ് നമ്മളുടെ മുതൽക്കൂട്ട്. പ്രധാനമായിട്ട് നിങ്ങൾക്ക് അത് വെച്ചിട്ട് എന്താ പറയുന്ന ജോലിയിൽ പ്രവേശിക്കാനൊക്കെ സാധിക്കും. അപ്പോ എനിവേ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ പഠിക്കുക, എക്സാം ഒക്കെ നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. പിന്നെ ഇന്റർവ്യൂസ് ഒക്കെ ആണെങ്കിലും നന്നായി തന്നെ അറ്റൻഡ് ചെയ്യുക. ഇന്റർവ്യൂസിന്റെ ഒക്കെ ഒരു ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ നമുക്ക് അതിൽ നിന്നെല്ലാം ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പൊതുവെ എന്തൊക്കെയാണ് അതിൽ പെടുക എന്നൊക്കെ ഉണ്ട്. എല്ലാത്തിനെയും കുറിച്ചിട്ടും എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം ഇത് കഴിഞ്ഞ് ഈ കോഴ്സ് കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസും കുറച്ച് അറിവും ഒക്കെ നേടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലിയിലൊക്കെ പ്രവേശിക്കാനൊക്കെ സാധിക്കും. അപ്പോ ഇനി എന്താ, നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രേക്ക് തന്നേക്കാം അല്ലേ? എന്തായാലും എന്റെ പോർഷൻ കഴിഞ്ഞു. നിങ്ങൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഡൗട്ടൊന്നും ഇല്ല. എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക് ഇനി ഇങ്ങോട്ടേക്ക്? എക്സാം എന്നായിരിക്കും? എക്സാം എന്നാന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ഉണ്ടെന്ന് അറിയിക്കും. അത്യാവശ്യം പോർഷൻസ് ഒക്കെ നിങ്ങളുടെ കവർ ചെയ്ത് കഴിഞ്ഞില്ലേ? അത്യാവശ്യം അടുത്ത് തന്നെ ഉണ്ടാവുമായിരിക്കും. കാരണം പോർഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സാം അടുത്ത് തന്നെ കണ്ടക്ട് ചെയ്യുമായിരിക്കും. എന്നാ ഞാൻ അതിന്റെ ചെയ്യട്ടെ. ഓക്കെ ഷാരോൺ. താങ്ക് യു മിസ്. ഓക്കെ. താങ്ക് യു മിസ്.